Welcome to part 8 video of PSC CS Exam Preparation. ഡാറ്റ സ്ട്രക്ചറിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് ടോപ്പിക്ക്. ഇതിൽ ടൈപ്പ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്, സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ്, ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് പറയുന്നുണ്ട്. ഓപ്പറേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇൻസേർഷൻ, ബിഗിനിങ്, എൻഡ്, മിഡിൽ, അതിൻ്റെ എല്ലാം അൽഗോരിതം പറയുന്നുണ്ട്. ഡിലീഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറൻസ് സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റും ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെയും കമ്പാരിസണും വരുന്നുണ്ട്. ടൈപ്സ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്. ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണെന്നുള്ളത് കോമൺ ആയിട്ട് ഇതിന് മുൻപുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ്, ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്, സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്. സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് ട്രാവേഴ്സൽ യൂണി ഡയറക്ഷനിലാണ്. അതായത് ഐറ്റം നാവിഗേഷൻ ഫോർവേഡ് ഡയറക്ഷനിൽ മാത്രമേ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിൽ നടക്കുകയുള്ളൂ. ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ബൈ ഡയറക്ഷണൽ ട്രാവേഴ്സൽ. Items can be navigated forward and backward. Circular linked list. Circular linked ലിസ്റ്റിൻ്റെ ലാസ്റ്റ് ഐറ്റത്തിൻ്റെ നെക്സ്റ്റ് ലിങ്ക് ഫസ്റ്റ് ഐറ്റത്തിനെ പോയിൻ്റ് ചെയ്യും. അതുപോലെ തന്നെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ പ്രീവിയസ് ലിങ്ക് ലാസ്റ്റ് എലമെൻറ്റിനെ പോയിൻ്റ് ചെയ്യും. ഇത് ബൈ ഡയറക്ഷണലാണ്. ലിങ്ക്ഡ് ലിസ്റ്റിലെ ഓരോ എലമെൻറ്റിനെ നോഡ് എന്നാണ് വിളിക്കുക നമുക്കറിയാം. ഓരോ നോഡിലും ഡാറ്റയും ഉണ്ടാവും, അതുപോലെ തന്നെ പോയിൻ്റർ ടു ദ നെക്സ്റ്റ് നോഡ്. ഈച്ച് നോഡ് ഹാസ് ഓൺലി വൺ ലിങ്ക് പാർട്ട്. ഈച്ച് ലിങ്ക് പാർട്ട് കണ്ടെയ്ൻസ് അഡ്രസ് ഓഫ് നെക്സ്റ്റ് നോഡ്. ലാസ്റ്റ് നോഡിൻ്റെ ലിങ്ക് പാർട്ട് നൾ വാല്യൂ ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് യൂണി ഡയറക്ഷനിലാണ്. ഹെഡ് ടു ടെയിൽ ഒരു ഡയറക്ഷനിൽ മാത്രമാണ് ട്രാവേഴ്സൽ നടക്കുകയുള്ളൂ. ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ബേസിക് ഓപ്പറേഷൻസ് ആണ് ഇൻസേർഷൻ, ഡിലീഷൻ, ഡിസ്പ്ലേ, സെർച്ച്, ട്രാവേഴ്സൽ. നോഡ് ക്രിയേഷൻ്റെ സ്ട്രക്ചർ എങ്ങനെയെന്ന് നോക്കാം. സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിൽ സ്ട്രക്ട് നോഡ്, ഇൻഡ് ഡാറ്റ, സ്ട്രക്ട് നോഡ് സ്റ്റാർ നെക്സ്റ്റ്, ഇതാണ് സ്ട്രക്ചർ. ഇനി ഈ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് നമ്മൾ രണ്ട് പോയിൻ്റർ ക്രിയേറ്റ് ചെയ്യാണ്. ഹെഡും PTR പോയിൻ്റർ തന്നെ. PTR ഈക്വൽ ടു struct node star malloc size of struct node star. ഇവിടെ malloc യൂസ് ചെയ്തിട്ടാണ് മെമ്മറി അലോക്കേഷൻ ചെയ്തിരിക്കുന്നത്. സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് നോഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഇൻസേർഷൻ ഓപ്പറേഷൻസ് ആണ് അടുത്ത് നോക്കുന്നത്. നമ്മൾ മെയിനായിട്ട് നോക്കുന്ന ഇൻസേർഷൻ അറ്റ് ബിഗിനിങ്, ഇൻസേർഷൻ അറ്റ് മിഡിൽ, ഇൻസേർഷൻ അറ്റ് എൻഡ്. ഇൻസേർട്ട് അറ്റ് ബിഗിനിങ് നോക്കാം. സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിൽ ഫസ്റ്റ് നമ്മൾ ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യാണ് ഗിവൺ വാല്യൂ വെച്ചിട്ട്. ദെൻ ചെക്ക് ചെയ്യേണ്ടത് ലിസ്റ്റ് എംപ്റ്റി ആണോ എന്നുള്ളതാണ്. അതിനുള്ള കണ്ടീഷൻ ഹെഡ് ഈക്വൽ ടു നൾ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. ഇഫ് ലിസ്റ്റ് എംപ്റ്റി ആണെങ്കിൽ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റിലേക്ക് നൾ അസൈൻ ചെയ്യുക. ഹെഡ് ഈക്വൽ ടു ന്യൂ നോഡ് അസൈൻ ചെയ്യുക. ഇനി ലിസ്റ്റ് എംപ്റ്റി അല്ലെങ്കിൽ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റിലേക്ക് ഹെഡ് അസൈൻ ചെയ്യുക. ഹെഡിലേക്ക് ന്യൂ നോഡ് അസൈൻ ചെയ്യുക. ഇൻസേർഷൻ അറ്റ് ബിഗിനിങ്ങിൻ്റെ ടൈം കോംപ്ലക്സിറ്റി വരുന്നത് ഓർഡർ ഓഫ് 1. ഇൻസേർഷൻ ടു ദ മിഡിൽ. നേരത്തെ ബിഗിനിങ്ങിലായിരുന്നു ഇൻസേർഷൻ. സോ ഹെഡ് നോഡിൻ്റെ കാര്യം മാത്രമാണ് നമ്മൾ പറയേണ്ടതുള്ളൂ. ഇപ്പോൾ നോക്കുന്നത് മിഡിലാണ് ഇൻസേർഷൻ നടക്കുന്നത്. അപ്പോൾ ഇൻസേർഷൻ നടക്കുന്ന നോഡിന് പ്രീവിയസ് നോഡും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു റൈറ്റ് നോഡും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രണ്ട് നോഡിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഈ ലിസ്റ്റ് എംപ്റ്റി ആണെങ്കിൽ ഈ പുതിയ നോഡ് തന്നെ ഹെഡായിട്ട് സെറ്റ് ചെയ്യാം. അതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് നള്ളാക്കി വയ്ക്കുക, ഹെഡ് ന്യൂ നോഡാക്കി വയ്ക്കുക. ഇനി ലിസ്റ്റ് എംപ്റ്റി അല്ലെങ്കിൽ പ്രീവിയസിൻ്റെ നെക്സ്റ്റ് ന്യൂ നോഡായി സെറ്റ് ചെയ്യുക, ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് റൈറ്റ് നോഡായിട്ട് സെറ്റ് ചെയ്യുക. ഇൻസേർഷൻ മിഡിൽ ചെയ്യാനായിട്ടുള്ള ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n. ഇൻസേർഷൻ അറ്റ് എൻഡ്. നേരത്തെ പറഞ്ഞ പോലെ ലിസ്റ്റ് എംപ്റ്റി ആണെങ്കിൽ ഹെഡായിട്ട് ന്യൂ നോഡ് സെറ്റ് ചെയ്യുക. ലിസ്റ്റ് എംപ്റ്റി അല്ലെങ്കിൽ ലാസ്റ്റ് നോഡിൻ്റെ നെക്സ്റ്റ് ന്യൂ നോഡിലേക്ക് പോയിൻ്റ് ചെയ്യുക. ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് നള്ളാക്കി വയ്ക്കുക. എൻഡിലേക്ക് ഇൻസേർഷൻ ചെയ്യുന്നതിനുള്ള ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n തന്നെയാണ്. അപ്പോൾ ബിഗിനിങ്ങിൽ മാത്രമാണ് ഓർഡർ ഓഫ് 1 വരുന്നത്. സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ വേഴ്സ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി ആണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസേർഷൻ അറ്റ് ബിഗിനിങ് ഓർഡർ ഓഫ് 1, മിഡിലായാലും എനിവേർ ആയാലും ഓർഡർ ഓഫ് n, അതുപോലെ തന്നെ എൻഡ് ആയാലും ഓർഡർ ഓഫ് n.
ചില ക്വസ്റ്റ്യൻസിൽ ഇൻസേഷൻ ആഫ്റ്റർ എൻ എലമെൻറ്റും ബിഫോർ എൻ എലമെൻറ്റും ചോദിച്ച് കാണുന്നുണ്ട്. അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n തന്നെയാണ്. ട്രാവേഴ്സൽ ഓർഡർ ഓഫ് n ആണ് ടൈം കോംപ്ലക്സിറ്റി. സെർച്ചിങ്ങും ഓർഡർ ഓഫ് n ആണ്. സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റിൽ ഇൻസേഷൻ എൻഡിൽ ഓർഡർ ഓഫ് 1 ടൈം കോംപ്ലക്സിറ്റിയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ടൈൽ നോഡ് നോൺ ആണെങ്കിലാണ് ഓർഡർ ഓഫ് 1 ടൈം കോംപ്ലക്സിറ്റിയിൽ ചെയ്യാൻ പറ്റുന്നത്. ഡിലീഷൻ നോക്കാം. ബിഗിനിങ്ങിലാണ് ഡിലീഷൻ ഇവിടെ പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ് സെക്കൻഡ് നോഡിലേക്ക് പോയിൻ്റ് ചെയ്തിട്ട് ഫസ്റ്റ് നോഡ് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി എങ്ങനെയൊക്കെയാണ് സ്റ്റെപ്സ് വരുന്നത് നോക്കാം. ഫസ്റ്റ് ലിസ്റ്റ് എം ടി ആണോ എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഹെഡ് ഈക്വൽ ടു നൾ യൂസ് ചെയ്തിട്ട് ലിസ്റ്റ് എം ടി ആണെങ്കിൽ ലിസ്റ്റ് എം ടി ഡിലീഷൻ ഇസ് നോട്ട് പോസിബിൾ എന്നുള്ള മെസ്സേജ് ഷോ ചെയ്യുന്നു. ലിസ്റ്റ് നോട്ട് എം ടി ആണെങ്കിൽ ഒരു ടെമ്പററി നോട്ട് പോയിൻ്റർ ടെമ്പ് ക്രിയേറ്റ് ചെയ്യുന്നു ആൻഡ് ഇനീഷ്യലൈസ് ഇറ്റ് വിത്ത് ഹെഡ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഒരേ ഒരു നോഡ് മാത്രമാണോ ഇതിനകത്ത് ഉള്ളത് എന്നുള്ളത്. അത് ചെക്ക് ചെയ്യാനായിട്ട് ടെമ്പ് ഓഫ് നെക്സ്റ്റ് ഈക്വൽ ടു നൾ എന്നുള്ള കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത്. ഇനി അത് ട്രൂ ആണെങ്കിൽ ഹെഡ് ഈക്വൽ ടു നള്ളായി സെറ്റ് ചെയ്ത് വെക്കുന്നു, ടെമ്പ് ഡിലീറ്റ് ചെയ്യുന്നു. അതായത് ലിസ്റ്റിനെ എം ടി ആക്കി വെക്കുന്നു. ഇനി ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഹെഡ് ഈക്വൽ ടു ടെമ്പ് ഓഫ് നെക്സ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ടെമ്പ് ഡിലീറ്റ് ചെയ്യുന്നു. ഇതിന് ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1 ആണ്. ഡിലീഷൻ അറ്റ് ബിഗിനിങ്. എൻഡ് നോഡ് ഡിലീഷൻ നോക്കാം. കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. സെക്കൻഡ് ലാസ്റ്റ് നോഡിൻ്റെ നെക്സ്റ്റ് നള്ളാക്കി വെക്കുന്നു, ലാസ്റ്റ് നോഡ് ഡിലീറ്റ് ചെയ്യുന്നു. ഇനി എങ്ങനെയാണ് അൽഗോരിതം വരുന്നത് നോക്കാം. എം ടി കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നു. ലിസ്റ്റ് എം ടി ആണെങ്കിൽ ഡിലീഷൻ നോട്ട് പോസിബിൾ എന്ന മെസ്സേജ് കാണിക്കുന്നു. നോട്ട് എം ടി ആണെങ്കിൽ 2 പോയിൻറ്റേഴ്സ് ഇവിടെ ടെമ്പററി പോയിൻറ്റേഴ്സ് ഡിഫൈൻ ചെയ്യണം. ടെമ്പ് 1 ആൻഡ് ടെമ്പ് 2 ആൻഡ് ഇനീഷ്യലൈസ് ടെമ്പ് 1 വിത്ത് ഹെഡ്. ഇനി നേരത്തെ ചെക്ക് ചെയ്ത പോലെ ഇതിനകത്ത് ഒരു നോഡ് മാത്രമാണോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്യണം. ടെമ്പ് 1 ഓഫ് നെക്സ്റ്റ് ഈക്വൽ ടു നൾ എന്നുള്ള കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുക. അത് ട്രൂ ആണെങ്കിൽ, അതായത് ഒരേ ഒരു നോഡാണ് ഇതിന് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതെങ്കിൽ ഹെഡ് ഈക്വൽ ടു നള്ളായിട്ട് സെറ്റ് ചെയ്യുക, ഡിലീറ്റ് ടെമ്പ് 1. ഇനി അതർ കണ്ടീഷൻ ആണെങ്കിൽ ഫോൾസ് ആണെങ്കിൽ ടെമ്പ് 2 ഈക്വൽ ടു ടെമ്പ് 1 ആൻഡ് മൂവ് ടെമ്പ് 1 ടു ഇറ്റ്സ് നെക്സ്റ്റ് നോഡ്. ഈ സ്റ്റെപ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അൺടിൽ ഇറ്റ് റീച്ചസ് ദ ലാസ്റ്റ് നോഡ് ഇൻ ദ ലിസ്റ്റ്, അൺടിൽ ടെമ്പ് 1 ഗീവ്സ് നെക്സ്റ്റ് ഈക്വൽ ടു നൾ. ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആണ്. ഈ പർട്ടിക്കുലർ നോഡ് ഡിലീറ്റ് ചെയ്യാനുള്ള കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഡിലീറ്റ് ചെയ്യേണ്ട നോഡിൻ്റെ പ്രീവിയസ് നോഡ് നെക്സ്റ്റ് സക്സസർ ഡിലീറ്റ് ചെയ്യേണ്ട നോഡിൻ്റെ സക്സസറായിട്ട് കണക്ട് ചെയ്യുക, നോഡ് ഡിലീറ്റ് ചെയ്യുക. ടൈം കോംപ്ലക്സിറ്റി നോക്കാം. ഫ്രണ്ടിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഓർഡർ ഓഫ് 1 ആണ് ടൈം കോംപ്ലക്സിറ്റി. എൻഡ് ആണെങ്കിലും എനിവേർ ഇൻ ദ ലിസ്റ്റ് ആണെങ്കിലും ഓർഡർ ഓഫ് n തന്നെയാണ് ടൈം കോംപ്ലക്സിറ്റി. ഇനി നമുക്ക് എൻഡിൽ റിമൂവ് ചെയ്യാൻ പറ്റും ഓർഡർ ഓഫ് 1 ടൈം കോംപ്ലക്സിറ്റിയിൽ ഇഫ് ടെയിൽ നോഡ് ഈസ് നോൺ. ടെയിൽ നോഡ് നമുക്കറിയാമെങ്കിൽ ഓർഡർ ഓഫ് 1ൽ റിമൂവ് ചെയ്യാൻ പറ്റും. സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ആയിട്ട് കമ്പാരിസൺ ചെയ്ത് എഴുതിയിരിക്കുകയാണ്. എല്ലാവരും ഇതിന് നോട്ട് ചെയ്തിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിൽ ഒരു ഡാറ്റ ഫീൽഡും 2 ലിങ്ക് ഫീൽഡ്സും ഉണ്ടായിരിക്കും, പ്രീവിയസ് ആൻഡ് നെക്സ്റ്റ്. ഓരോ നോഡിലും പ്രീവിയസ് ലിങ്ക് പ്രീവിയസ് നോഡിനെ കണക്ട് ചെയ്യാനും നെക്സ്റ്റ് ലിങ്ക് നെക്സ്റ്റ് നോഡിനെ കണക്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് നോഡിൻ്റെ നെക്സ്റ്റ് നള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഫസ്റ്റ് നോഡിൻ്റെ പ്രീവിയസും നള്ളായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. നോഡ് ക്രിയേഷൻ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്. struct node സ്റ്റാർ പ്രീവിയസ് ഇൻഡ് ഡാറ്റ struct node സ്റ്റാർ നെക്സ്റ്റ്. ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എങ്ങനെയാണ് വരുന്നത്? ഇൻസേഷൻ ഡിലീഷൻ ബിഗിനിങ്ങിലാണെങ്കിൽ ഓർഡർ ഓഫ് 1, ഇൻസേഷൻ ഡിലീഷൻ എൻഡിലാണെങ്കിലും ഓർഡർ ഓഫ് 1, ഇൻസേഷൻ ഡിലീഷൻ അറ്റ് മിഡിൽ ഓർഡർ ഓഫ് n. സെർച്ച് ചെയ്യാനുള്ള കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആണ്. സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെയും ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെയും മെയിൻ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ട്രാവേഴ്സൽ ഓൺലി ഫോർവേഡ് ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ക്യാൻ ബി ആക്സസ്ഡ് ഇൻ ബോത്ത് ഡയറക്ഷൻസ്. സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റിന് ഒരേ ഒരു പോയിൻ്റർ വേരിയബിൾ മാത്രമേ ഉള്ളൂ, അതാണ് ഹെഡ് പോയിൻ്റർ. ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിൽ 2 ലിസ്റ്റ് പോയിൻ്റർ വേരിയബിൾസ്
ഹെഡ് ആൻഡ് ലാസ്റ്റ്. സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിനെ അപേക്ഷിച്ച് ലെസ് മെമ്മറി സ്പേസ് ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് മോർ മെമ്മറി സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്നു. സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് ലെസ് എഫിഷ്യൻറ്റ് ആസ് കമ്പയർഡ് ടു ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്. സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ഓൺ ദ സ്റ്റാക്ക്. ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ഓൺ സ്റ്റാക്ക്, ഹീപ്പ് ആൻഡ് ബൈനറി ട്രീ. ടൈം കോംപ്ലക്സിറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ് ഇൻസേഷനും ഡിലീഷനും എല്ലാം. എന്നാൽ കോമൺ ആയിട്ട് ഡിഫറൻസിൽ പറയുമ്പോൾ ഇൻസേഷൻ ആൻഡ് ഡിലീഷൻ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആണ് സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിന്. ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിന് ഓർഡർ ഓഫ് 1.